ഒരു അപൂർവ പ്രണയകഥ എഴുതണമെന്ന മോഹം ഉള്ളിൽ മുട്ടിയിട്ട് നാളുകൾ ഏറെയായി. ഒരിക്കലും പ്രണയിച്ചിട്ടില്ലാത്ത എനിക്ക് പ്രസ്തുത വിഷയത്തിൽ പെണ്ണെന്നെഴുതുമ്പോഴേ ഉള്ളിലൊരു വിറയലാണ്. എന്നാലും അതൊരു വെല്ലുവിളിയായി കണ്ട് ഞാൻ എഴുതാനിരുന്നു. പക്ഷേ തലയിൽ നിന്ന് വിരലിലേക്കൊരു പ്രേമനീരും ഒഴുകിയില്ല. ഒരു നാൾ അമ്പാടിയിലെ പ്രേമപുരുഷനായ ഭഗവാൻ കണ്ണനാശാനോട് അനുഗ്രഹം വാങ്ങി ഞാൻ എൻ്റെ ഉള്ളിൽ ഏറെ പ്രണയസങ്കല്പങ്ങൾ നിറച്ചു. അന്ന് എനിക്ക് ചുറ്റും പെണ്ണുങ്ങൾ വിവശയായി നൃത്തം വെക്കുന്നത് പോലെയും അതിലൊരു ജോഡി ചുവന്ന ചുണ്ടുകൾ എൻ്റെ കാതിൽ തൊട്ട് ഞാൻ നിന്നെ പ്രേമിക്കുന്നുവെന്ന് പറയുന്നത് പോലെയും എനിക്ക് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. വെളുത്തു തുടുത്ത കടലാസിലേക്ക് ഞാനത് പകർത്താൻ തുടങ്ങി. കൃത്യം മൂന്നാമത്തെ വരി എഴുതുമ്പോഴേക്കും ചെയ്യാത്ത മത്തി വേണോ മാഷേ എന്ന് ചോദിച്ച് അയലത്തെ നിർമ്മല അതാ കിണറ്റിൻ പടവിൽ നിൽക്കുന്നു. അരികിൽ മീൻകാരി കല്യാണിയുമുണ്ട്. എന്തു പറയുമെന്നറിയാതെ ഞാൻ അവരെ തുറിച്ചു നോക്കി. എൻ്റെ നോട്ടത്തിലെ പന്തികേട് കണ്ടിട്ടായിരിക്കണം രണ്ടുപേരും ആ നേരം തന്നെ സ്ഥലം വിട്ടു. അതിൽ പിന്നെ കുറച്ചു ദിവസത്തേക്ക് എൻ്റെ തലയിലെ പ്രേമത്തിന് ആകെ ഒരു പച്ചമീനിൻ്റെ മണമായിരുന്നു. വേനൽക്കാലത്ത് ഇവിടുത്തെ ഒഴിച്ച് പരിസരത്തെ മിക്ക കിണറുകളും തൊണ്ട പൊട്ടിച്ചാകും. അപ്പോഴൊക്കെ നിർമ്മലയും അവളുടെ അമ്മയും വെള്ളം കോരാൻ പതിവായി ഇവിടത്തേക്കാണ് വരാറ്. അവളുടെ അമ്മ ജാനകി പണ്ടിവിടുത്തെ പണിക്കാരിയായിരുന്നു. അച്ഛനും അമ്മയും ചുമരിൽ ചിത്രമായതിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ തനിച്ചാണ്. ആകെയുള്ള പെങ്ങളാണെങ്കിൽ അവളുടെ കെട്ടിയോന്റെ വീട്ടിൽ. നിർമ്മല ഇടയ്ക്ക് അവളുടെ അമ്മയുണ്ടാക്കി കൊടുത്തയച്ചതാണെന്നും പറഞ്ഞ് പല പലഹാരങ്ങളുമായി ഉമ്മറത്ത് വന്ന് മാഷേ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ അതെല്ലാം മതിമറന്ന് തിന്നിട്ടൊരു നന്ദി പോലും അവളോട് പറയാറില്ല. അല്ലെങ്കിലും നമുക്ക് താല്പര്യമുള്ളതും എന്നാൽ നിർബന്ധമല്ലാത്ത കാര്യങ്ങളുമായി ഇഷ്ടത്തോടെ വരുന്ന മനുഷ്യരെ നമ്മൾ ഓർക്കാറോ സ്മരിക്കാറോ ഇല്ലല്ലോ. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ അപൂർവ പ്രണയകഥ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുമായി ഉമ്മറത്തൊരു മേശയുമിട്ടിയിരുന്നു. പ്രേമരൂപിയായ മേഘങ്ങളെല്ലാം ഒഴുകി അവളുടെ നഗ്നത മറക്കുകയാണ്. മുനിയുടെ തലയിലെ നരകൾ കൊഴിഞ്ഞ് അവിടെ പ്രേമം പൂക്കുന്നു. തുടർന്ന് എഴുതുന്നതിന് മുമ്പ് തന്നെ മാഷേ ചൂടുള്ള ചക്കയപ്പം ഇതാ എന്നും പറഞ്ഞ് അതാ നിർമ്മല വരുന്നു. അവൾ നടന്ന് ഉമ്മറത്ത് കയറും മുമ്പേ നാശമെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് കയറി കതകടച്ചു. എഴുത്തിലായിരുന്നുവെന്ന് അറിഞ്ഞില്ലെന്നും ക്ഷമിക്കൂവെന്നും പറഞ്ഞ് അവൾ പോയി. നിർമ്മല അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായി ഒരു കുറ്റബോധം തോന്നി. എന്നാലും ഞാൻ കതക് തുറന്ന് അവൾ വെച്ചിട്ട് പോയ ചക്കയപ്പം എടുത്ത് എല്ലാം തിന്നു. അവളോടുള്ള എല്ലാ ദേഷ്യവും ഇല്ലാതാകുകയായിരുന്നു ആ നേരം. അന്ന് എൻ്റെ പ്രേമമണ്ഡലത്തിലാകെ ചക്കയപ്പത്തിൽ നിന്ന് കടിച്ചയൊരു ഏലക്കായുടെ മണമായിരുന്നു. പിന്നീട് ഏത് നാളിലും അപൂർവ പ്രണയമോർത്ത് എഴുതാനിരുന്നാൽ മാഷേ എന്ന് നിർമ്മല വിളിക്കുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. നാളുകളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. നിർമ്മല എന്നെ ശല്യപ്പെടുത്താൻ വരാതിരുന്നിട്ടും എനിക്കൊന്നും എഴുതാൻ സാധിച്ചില്ല. എൻ്റെ ഉള്ളിൽ മുഴുവൻ അവളുടെ അരിവാൾ പോലെ എഴുതിയ കൺകോണുകളുടെ നോട്ടവും മാഷേ എന്നുള്ള മധുര ശബ്ദവുമായിരുന്നു. പണ്ട് ഉമ്മറത്തെ കസേരയിൽ മുഷിഞ്ഞിട്ട എൻ്റെ മുണ്ടും ജുബ്ബയും എടുത്ത് അലക്കിയിട്ടതിൽ ഞാൻ അവളെ ഏറെ ശകാരിച്ചതാണ്. നിർമ്മല എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. വിത്തില്ലാതെ പാറുന്നയൊരു അപ്പൂപ്പൻ താടി പോലെ ഞാൻ ഭൂമിയിൽ നിന്ന് അകലുന്നത് പോലെ എനിക്ക് തോന്നി. നിർമ്മലയ്ക്ക് മുന്നിൽ കതക് കൊട്ടിയടച്ചതിന് ശേഷം അവൾ ഇങ്ങോട്ട് വന്നതേയില്ല. ഒരു നാൾ തെങ്ങ് കയറാൻ വന്ന കുമാരേട്ടൻ പറയുമ്പോഴാണ് ഞാനതറിയുന്നത്. നിർമ്മലയുടെ വിവാഹം കഴിഞ്ഞുവത്രേ. അവളുടെ ആദ്യ ഭർത്താവ് ആദ്യ മാസത്തിൽ തന്നെ ക്ലോറിയിലെ പണിക്കിടയിൽ ലോറി കയറി മരിച്ചതാണ്.
പിന്നെ ആര് നിർബന്ധിച്ചിട്ടും അവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറായില്ല. ഇപ്പോഴെന്തോ പെണ്ണ് പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചത്രേ. ഏറെ നാൾ അവളെ കെട്ടണമെന്ന് പറഞ്ഞു നടന്ന അവളുടെ മുറച്ചെറുക്കൻ തന്നെയാണ് പയ്യൻ. ബന്ധുക്കൾ മാത്രം പങ്കെടുത്തയൊരു ലളിത ചടങ്ങായിരുന്നു പോലും. അന്ന് എനിക്കുറങ്ങാൻ സാധിച്ചില്ല. ഒരു വാശി പോലെ ഞാൻ ആ രാത്രിയിൽ ഒരപൂർവ പ്രണയകഥ എഴുതി തീർത്തു. ഒറ്റ ശ്വാസത്തിൽ ആർക്കും വായിക്കാൻ പറ്റുന്ന ആ കഥയുടെ പേര് നിർമ്മല എന്നായിരുന്നു. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഓൾ.